ഹലോ, ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു. എൻ്റെ മോനുവിൻ്റെ പല്ല് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര ടെൻഷനുണ്ട്, പല്ല് പറിക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് കേട്ടോ ആളിരിക്കുന്നത്. പിന്നെ മച്ചി എവിടെ ചെന്നാലും ഭയങ്കര കൂളായിട്ടാണ് ആളിരിക്കുക. ആൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ അവിടെ ആൾ സെറ്റാക്കിക്കോളും അവിടെ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടിയൊരു അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ ബോർഡ് കളിക്കുകയായിരുന്നു. അവരെ കൂടെ കമ്പനി അടിച്ചിട്ട് കൂടി. അവരും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര വേറൊരു ലാംഗ്വേജ്, മറാഠി ലാംഗ്വേജ് ആയ കാരണം ആൾക്ക് മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവരുടെ കൂടെ ഭയങ്കര സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ അവൻ്റെ ടോക്കണായപ്പോൾ ഡോക്ടറെ കാണിച്ചു. അവന് തീരെ ബെഡിൽ കിടക്കുന്നുണ്ടായില്ല. അപ്പോൾ എൻ്റെ മടിയിലൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ അവന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പല്ല് പറിക്കാമെന്ന് വന്ന് പറഞ്ഞത് കാരണം അവന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു പല്ല് പറിക്കാനൊന്നും ആയിട്ടില്ല, ചെറിയൊരു പഴുപ്പ് വന്നിക്കാണ് പല്ല്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിന് മെഡിസിനൊക്കെ എഴുതി തന്നു. പിന്നെ അവിടെ ചെരുപ്പ് ഊരാൻ വേണ്ടിയിട്ട് മച്ചുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേഴ്സ്. അതുകൊണ്ട് ചെരുപ്പ് ഊരില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ഊരിയാലും അവൻ്റെ ചെരുപ്പ് ഊരില്ല. ഭയങ്കര ഇഷ്ടമാണ് ചെരുപ്പ് ഇടുന്നത്. അതുകൊണ്ട് നേഴ്സിനോട് ആൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മോനു ചെക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെഡിസിനൊക്കെ ഇതാക്കി മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് രണ്ടാളും നല്ല തല്ലുകൂടുകയാണ് കേട്ടോ. എവിടെ ചെന്ന് കഴിഞ്ഞാലും അടി കൂടും. അടി കൂടൽ മസ്റ്റാണ് അവർക്ക് രണ്ടുപേർക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മോനുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവന്. അപ്പോൾ ഡെയിലി ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് കണ്ടു കേട്ടോ. ഷറാറയുടെയൊക്കെ ഭയങ്കര മോഡലുണ്ട്, ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് മോഡലുണ്ട്. അപ്പോൾ ഞങ്ങൾ മോനുവിന് ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോനുവിന് എങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ ബ്ലൂ, ഈ രണ്ട് കളറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവന് സൂട്ടായിട്ട് കിട്ടുക. അതെന്നും അങ്ങനെ തന്നെയാണ്. ചെറുപ്പം മുതലേ അവന് അങ്ങനത്തെ കളറാണ് അവന് ഭംഗിയായിട്ടും തോന്നാറ്. ഇനി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അതേ നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഡ്രസ്സാണ്ട് ഫൈനലാക്കി. പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന സമയത്ത് ഞങ്ങൾ കണ്ടതായിരുന്നു ചിരങ്ങയുടെ തോട്ടമാണ് കേട്ടോ. അത് ചിരങ്ങയ്ക്ക് ലോക്കി എന്നാണ് കേട്ടോ പറയുക. ലോക്കി, പോപ്ല എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ മുന്തിരിയുടെ ഒക്കെ തോട്ടം ഉണ്ടായിരുന്നു അവിടെ എന്ന് പറഞ്ഞിട്ട്, മുന്നിന് മുന്തിരിയുടെ തോട്ടമൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മുന്തിരിയുടെ തോട്ടമൊക്കെ ജനുവരി ആ ടൈമൊക്കെയാണ് ഉണ്ടാവുള്ളൂ, ഇതുണ്ടാക്കുന്നതിൻ്റെ മുന്നേ അതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇനി ഇത് കഴിഞ്ഞ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് ഇനി ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. മുന്തിരിയുടെ തോട്ടം ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവരവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവർ ബോംബെക്ക് കൊണ്ടുപോകാനുള്ള ചിരങ്ങയൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്ന സമയത്ത് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ അവർ കൊണ്ടുപോയിട്ട് ഒരു ചാക്ക് രണ്ട് കമ്പിൽ രണ്ട് സൈഡായിട്ട് കെട്ടിയിട്ട് കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഇറക്കുന്നത്. ഒരുപാടൊന്നുമില്ല, ഇന്ന് ഉള്ളത് നല്ല ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ 2-3 വരി ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഉള്ളതാണിത് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറേയൊന്നും ഇല്ലല്ലോ എല്ലായിടത്തും എന്ന് പറഞ്ഞപ്പോൾ അത് കുറേ അറുത്തതിന് ശേഷം ഉള്ളതാണ് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിതങ്ങനെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുപോകാൻ മീൻസ് അവർ പുറത്തേക്ക് കയറ്റി അയക്കാനുള്ളതാണ്. ഇതിൻ്റെ തൊട്ട് തന്നെ വഴുതനയുണ്ട് കേട്ടോ. വഴുതനി ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ചെറിയൊരു കവറിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് പിന്നെ അത് വലിയ കവറിൽ എല്ലാം പാടെ ഇട്ടിട്ട് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഒന്നിന് കംപ്ലയിൻറ്റ് കേടുണ്ടെങ്കിലും വേറെ ഒന്നിനാ കേട് വരില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് അവർ ചിരങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. കാരണം ഒരുപാട് മോഡൽ ചെരുപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കടയിൽ വലിയൊരു ചെരുപ്പിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമായത് ചെറിയ കുട്ടികളുടെ ചെരുപ്പുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ കുഞ്ഞൊരു വയസ്സ് 1.5 വയസ്സൊക്കെ ആവുന്ന കുട്ടികളുടെ നല്ല പല മോഡലിൽ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഈ വള്ളിച്ചെരുപ്പൊക്കെ കുട്ടികൾക്ക് ഇട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ. പിന്നെ അവിടെ തന്നെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ മോനു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വണ്ടികൾ വേണമെന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളാണ് കേട്ടോ. അപ്പോൾ അവന് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ വണ്ടിനോടൊന്നും ഇന്നും താല്പര്യമില്ല കേട്ടോ. ഒരുപാട് വണ്ടികൾ കിട്ടുക, ചെറിയ ഒരുപാട് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയൊരു വണ്ടിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. വലിയ വണ്ടി മീൻസ് ഒരു ഭംഗിയുള്ളൊരു വണ്ടിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞ് അവൻ ആ ചെറിയ വണ്ടി തന്നെയാണ് ഇട്ട് കൊടുത്ത്. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അത് എടുത്തില്ല. അവന് ചെറിയ 2-3 വണ്ടികളാണ് എടുത്തിട്ട്. ഒരുപാട് ടോയ്സ് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ അത്. നല്ല നല്ല ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകിട്ട് ആയേക്കുമ്പോൾ ഞങ്ങൾ മോനുവിന് പാനിപ്പൂരിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവന് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാനിപ്പൂരിയുടെ ഷോപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അവന് ലീവാണ് ഇന്ന് സ്കൂളിൽ. ഡിൻഡി പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സ്കൂൾ ലീവായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഈ
ക്ലാസ്സിലാക്കുന്ന ഇത് ബദാം ഷേക്കാണ് കേട്ടോ. ഇത് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ബദാം ഷേക്കും ഐസ്ക്രീമും കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ബദാം ഷേക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണത്, എന്താണ് മിക്സ് എന്നൊന്നും നമുക്കറിയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. മോനുവിന് അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മച്ചുവിന് ഐസ്ക്രീമാണ് മേടിച്ചത്, പക്ഷേ മച്ചുവിന് ഐസ്ക്രീം അല്ലാണ്ട് കൊടുത്തൊന്നുമില്ല, ഞാൻ തന്നെ കേട്ടോ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി മുടി വെട്ടാൻ പോയി. അവരുടെ മുടി നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു മച്ചുവിൻ്റെയൊക്കെ. ജലദോഷം വരുന്ന വിചാരിച്ചിട്ട് വെട്ടി. എനിക്ക് കുറച്ച് മുടിയൊക്കെ ഉള്ളതായിട്ട് കാണുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ജലദോഷം വരുന്ന കാരണം ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് വെട്ടി. രണ്ടുപേരുടെയും മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. മോനുവിൻ്റെയൊക്കെ മുടി നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ പോയിട്ട്. മോനുവിൻ്റെ മുടി വെട്ടാൻ മോന് തനിച്ചാൻ്റെ പട കൂടെ ഉണ്ട് പോവാറ്. പക്ഷേ മച്ചു ഉള്ളത് കാരണമാണ് ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. മച്ചു ഒരു യുദ്ധം പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷെ അത്രയൊന്നും ഉണ്ടായില്ല. അടിപൊളിയായിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ